ഒരു മനുഷ്യൻ കാട്ടിൽ ആടിനെ തീറ്റി നടന്നപ്പോൾ ഒരു മുട്ടാട് കൂട്ടം വിട്ടുപോയി. ഇയാൾ ഒരു മുഴുത്ത മരത്തെ കയറിയെന്ന് താഴത്തേക്ക് നോക്കി അതിലെങ്ങാനും ആട് പോകുന്നുണ്ടോ? കണ്ടില്ല. കുറച്ച് കഴിഞ്ഞ് ഒരു കാമുകനും കാമുകയും പ്രേമം മൂത്ത് ഈ മരത്തിൻ്റെ മൂട്ടി വന്നു. മധുരമുള്ള വാക്ക് പറഞ്ഞ ശേഷം അവൻ അവിടെ താടി പോക്കി കണ്ണി നോക്കി പറഞ്ഞു, ഓമനെ, നിൻ്റെ ഈ കണ്ണുകളിൽ ഈ ലോകത്തെ മുഴുവൻ ഞാൻ കാണുന്നു. ഉടനെ മരത്തേരുന്ന മനുഷ്യൻ, എൻ്റെ പൊന്നു മോനെ, അവിടെയെങ്ങാനും എൻ്റെ ആടിനെ കണ്ട നീ പറയാനായിട്ട് മറന്നേക്കരുത്. ദൈവം കാണുന്ന ദൈവമാണ്. എല്ലാം കാണുന്ന ദൈവമുണ്ട്. എല്ലാ പ്രാർത്ഥനയും ദൈവം കേൾക്കും. ചിലപ്പം ഉടനെ ഉത്തരം, ചിലപ്പം കുറച്ച് കഴിഞ്ഞ ഉത്തരം. ദൈവം പ്രാർത്ഥന കേൾക്കാതിരിക്കുകയല്ല. ഞാൻ പലപ്പോഴും 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ഓർത്തിട്ടുണ്ട്, ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പം രാവിലെ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ ആദ്യത്തെ പ്രാർത്ഥന, കർത്താവായ യേശുവേ, കണക്ക് പഠിപ്പിക്കുന്ന ഏലിക്കുട്ടി ടീച്ചർ ചൂരവടിയും കൊണ്ട് വരുമ്പം കാല് തെറ്റി താഴെ വീണ് വലുതെ ഉളുക്കിപ്പോകണമെന്ന് പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ പൊതുവെ തല്ലിക്കിട്ടതല്ലാതെ ഏലിക്കുട്ടി ടീച്ചറിന് ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല. ചില പ്രാർത്ഥന ഇങ്ങനെയാണ്. അൾത്താര ബാലന്മാർ 15 പേര് വെള്ളിയാഴ്ച വികാരിയച്ചനോട് പറഞ്ഞു, നാളെ ഞങ്ങൾ പിക്നിക്ക് പോകുമ്പം മഴ പെയ്യാതിരിക്കാൻ അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം. അച്ഛൻ പറഞ്ഞു, മക്കൾ ധൈര്യമായിട്ട് പോകൂ, ഒരു മഴയും പെയ്യല്ല, ഞാനാ പറയുന്നത്. പിള്ളേർ ധൈര്യത്തോടെ പോയി. ഉച്ച കഴിഞ്ഞ് 2:30 ആയപ്പോൾ അറബിക്കടലും ബംഗാൾ ഉൾക്കടലും വരുന്ന പോലെ ഒരു പെരുമഴ. പിള്ളേരാകെ നനഞ്ഞു പോയി. അച്ഛന് ചമ്മലെ പമ്മലെ ജാളിയതാണ്. ഞായറാഴ്ച കുഞ്ഞുങ്ങൾ പള്ളിയിൽ വന്നപ്പോൾ വികാരി അച്ഛൻ കുർബാന കുപ്പായം തൂക്കുന്ന അലമാരയുടെ പുറകെ പോയി ഒളിച്ചിരുന്നു. ഒരു കുട്ടി കയ്യോടെ പിടികൂടി, എന്നാ അച്ഛൻ ഒളിച്ചിരിക്കുന്നത്? അച്ഛൻ പറഞ്ഞു, മഴ പെയ്യലെന്ന് ഞാൻ പറഞ്ഞിട്ടും മഴ പെയ്തില്ലേ? അപ്പോൾ അച്ഛൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ലെന്ന് നിങ്ങൾ കരുതുമല്ലോ എന്ന് കരുതി ഞാൻ ഒളിച്ചതാണ്. പിള്ളേർ പറഞ്ഞു, ആരാച്ചാ പറഞ്ഞത് ദൈവം പ്രാർത്ഥന കേട്ടില്ലെന്ന്? ദൈവം പ്രാർത്ഥന കേട്ടു, പെയ്യല്ലേ എന്ന് അച്ഛൻ പറഞ്ഞപ്പം പെയ്തോട്ടെ എന്ന് ദൈവം മറുപടി തരുന്നു. അപ്പം നമ്മളെല്ലാ പ്രാർത്ഥനയും ദൈവം കേൾക്കുന്നുണ്ട്. ഉത്തരം പല വിധത്തിലാകാം.